നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിയേക്കാൾ മുത്തശ്ശിക്ക് സ്നേഹം അമ്മൂനോടാ. അമ്മ വിളിച്ച മുത്തശ്ശി കൂടെ പോയെന്നും വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഇനി അതിനൊരു സാധ്യതയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മുത്തശ്ശിയെ അവളുടെ മുന്നിൽ ചെന്നുകൊണ്ട് നിർത്തിക്കൊടുക്കാം. അപ്പോ അവള് ചോദിക്കും ആരാന്ന്. അപ്പൊ മുത്തശ്ശിയുടെ പിടിവാശിയൊക്കെ മാറും. മമ്മി റെഡിയാവ്, ഞാൻ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാം. സഞ്ജുന്റെ റൂമിൽ വന്നത്? ഇത് സഞ്ജു പുറത്തു പോകാനായി എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാണല്ലോ. പുതിയ സാരിയൊക്കെ ചുറ്റി സുന്ദരിയായല്ലോ. ആ ചേച്ചി എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ചേച്ചി, കൊള്ളാവോ? അത് പിന്നെ പ്രത്യേകം ചോദിക്കണോ? സഞ്ജുവേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയതാ. പോയി ഡ്രസ് ചെയ്ത് വരാൻ പറഞ്ഞപ്പോ ഡ്രസ് എടുത്തു വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ദേ ആ അലമാരി നിറയെ എനിക്കുള്ള ഡ്രസ്സുകളുണ്ട്. സഞ്ജു നിന്നെ യാദൃച്ഛികമായി താലി കെട്ടിയതാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ നേരത്തെ ഡ്രസ് വാങ്ങി വെക്കും? ആ വാങ്ങി വെക്കാതെയാണോ ഡ്രസ് ചെയ്ത് വരാൻ പറഞ്ഞത്? ഞങ്ങള് വരുന്ന വഴി സഞ്ജുട്ടൻ ഡ്രസ്സുകൾ വാങ്ങിക്കാണും. ഞാൻ കാറിലിരുന്ന് ഉറങ്ങിപ്പോയതാ. അല്ല, എവിടേക്കാ? പുറത്തേക്ക് പോവാന്ന് സഞ്ജുട്ടൻ പറഞ്ഞു. കാറിലിരുന്ന് കാഴ്ച കാണാൻ നല്ല രസമാ. ഔട്ടിങ് അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതെന്താ ചേച്ചി ഇങ്ങനെ പോകുന്നേനെ ഔട്ടിങ് എന്ന് പറയുന്നേ? ഓ, എന്ന് ഞാൻ പോട്ടെ. വേഗം ചെല്ലാനാ സഞ്ജുട്ടൻ പറഞ്ഞത്. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? വാ. ഓ, ഞാൻ ഈ റൂമിൽ നിൽക്കുന്നില്ലേ? വാ. ആഹാ, സഞ്ജുന്റെ മുറിന്നാണല്ലോ ചേച്ചി അനിയത്തി. അയ്യോ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ചേച്ചി എന്ന് ഞാൻ പോയിട്ട് വരാം. അല്ല, നീ ഈ പുതിയ സാരിയൊക്കെ ചുറ്റി എങ്ങോട്ടാ? ഔട്ടിങ്ങാ? അതെ അപ്പച്ചി. ആഹാ, അപ്പോ ഇന്ന് നറുക്ക് വീണ നിനക്കല്ലേ ഭാഗ്യവതി. ചെല്ല്. ഓ, അടുത്ത നറുക്കിന് വേണ്ടി കാത്തിരിക്കണമല്ലോ അല്ലേ മോളെ? ആ ചേച്ചി ഞാൻ പോട്ടെ. ഇളയം ഇത്രത്തോളം ചീപ്പാവരുത്. ഞാൻ ചീപ്പായതാണോ? നിന്റെ ഭർത്താവ് മറ്റൊരുത്തിയുടെ ഭർത്തൃ പദവി കൂടി ഏറ്റെടുത്ത് ജീവിക്കുന്നതാണ് ചീപ്പായിട്ടുള്ളത്. ഒരിക്കലും അമ്മൂന് അറിഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. പിന്നെന്താ, അവളുടെ മുന്നില് സഞ്ജു നിന്റെ ഭർത്താവാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള തന്റെ ഇടം ഇല്ലാതെ പോയത്? താലി കെട്ടി നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് ഒരു ഭാര്യയുടെ സ്ഥാനത്തേക്ക് വരാൻ നിനക്ക് കഴിഞ്ഞോ? നിനക്ക് വേണ്ടി അവൻ വാങ്ങി വെച്ചതൊക്കെ അവൾ ഇപ്പൊ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കല്ല, തട്ടിയെടുക്കുക. ദേ കണ്ടില്ലേ, നിന്റെ മുന്നിലൂടെയല്ലേ അവൻ നിനക്കായി മോഹിച്ച് വാങ്ങിയ സാരി ചുറ്റി അവള് പോയത്. അമ്മൂന് സഞ്ജു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നേ. എന്തിന്? അവനെ അവളെ എന്തിനാ തനിച്ചു വിട്ടത്? അവൾക്ക് അവനുമായി കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം നീയായിട്ട് ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത്? ഭർത്താവിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയ പ്രതീതിയാ അവൾക്കുള്ളത്. ശ്രീദേവിക്കൊപ്പം അല്ലേ അവളെ വിടേണ്ടിയിരുന്നത്? അവൾ അഭിനയിക്കുവാണെങ്കിലും അല്ലെങ്കിലും ഈ കുടുക്കിൽ പെട്ടുപോയത് നീയാ. ഞാൻ അതങ്ങ് സഹിച്ചു.
ഇളയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്ന് എഴുന്നേറ്റ് നടക്കുന്നത് അമ്മു കാരണോ? അല്ലായിരുന്നെങ്കിൽ ഒരു മാംസപിണ്ഡമായി എനിക്ക് ജീവിക്കേണ്ടി വന്നേനെ. അവളൊരവസ്ഥയിൽ പെട്ടുപോയി. അവളെ കൈയൊഴിയാൻ എനിക്ക് കഴിയില്ല. ഇളയമ്മ ഇത് വെച്ച് മുതലെടുപ്പ് നടത്താൻ വരണ്ട. അമ്മൂന് ഞാൻ സഞ്ജുവിന് വിട്ടുകൊടുത്തിരിക്കുക പോരെ? നീ പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് തന്നെ സംഭവിക്കും. അവൾ അവന്റെ കൂടെ തന്നെ ജീവിക്കും. നീ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാലം വിദൂരമല്ല ശ്രീകുട്ടി. നീ ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോ, ഈ വീട്ടിൽ നിന്നേക്കാൾ വില അമ്മൂല. അതവളെ എന്നെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. ശ്രീദേവിക്ക് അമ്മു കഴിഞ്ഞേ നീ ഉള്ളൂ. എന്റെ വാക്കുകൾ ശരിവെക്കുന്ന കാലം വരും. ദേ, കവിത പറയുന്നതൊന്നും പാഴ്വാക്കായി പോയിട്ടില്ല. അവളിതുവരെ റെഡിയായി വന്നില്ലേ? അമ്മ ഇപ്പം വരും മോനെ. ഭർത്താവിന്റെ കൂടെ ഔട്ടിങ്ങിന് പോവാന്നുള്ള സ്വപ്നത്തിലാവള്. നീ ഒന്നും മിണ്ടാതെ നിക്ക. അവളിപ്പോ ഇങ്ങോട്ട് വരും. പോവാ സഞ്ജുട്ടാ. ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ട് വാ. പ്രഭയങ്ങള് ഹോസ്പിറ്റലിൽ വരാന്നാ പറഞ്ഞ. ഞങ്ങള് പുറപ്പെട്ട വിവരം നീ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക. പറയാം. ഇറങ്ങാ സഞ്ജുട്ടാ. ബൈ. ചെല്ല്. വാ സഞ്ജുട്ടാ, നമുക്ക് പോവാം. ഒരു പരിഹാരം കാണാൻ ഡോക്ടർക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.